നമസ്കാരം. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരുടെയൊക്കെ വോട്ട് സ്വീകരിക്കാം, ആരുടെയൊക്കെ വോട്ട് സ്വീകരിക്കാൻ പാടില്ല, ഈ തർക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചു വരുന്നത് SDPIയുടെ വോട്ടിനെ സംബന്ധിച്ച് UDFും LDFും തമ്മിൽ നടന്നു വരുന്ന തർക്കത്തെക്കുറിച്ചാണ്. എന്തായാലും SDPI ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ പോകുന്നു എന്നൊരു സൂചന പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോഴും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ SDPI ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കാൻ സാഹചര്യം ഒരുങ്ങി വരുന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്ക് കണക്കുകൂട്ടുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്? നോക്കൂ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളാരും മറന്നുപോകാനിടയില്ലല്ലോ. അത്രയേറെ വാശിയേറിയ മത്സരമായിരുന്നു, ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഇലക്ഷൻ ആയിരുന്നു 2011 അരങ്ങേറിയത്. നമുക്കറിയാം, 72 സീറ്റുകളുടെ ഭൂരിപക്ഷവുമായിട്ടാണ് അന്ന് UDFന്റെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത്. 68 സീറ്റുകളാണ് കേട്ടോ അന്ന് LDFന് ലഭിച്ചത്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 4 സീറ്റുകൾ മാത്രമാണ്. ഒന്നാഞ്ഞ് ശ്രമിച്ചിരുന്നുവെങ്കിൽ 2011 തന്നെ തുടർഭരണം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തുടർഭരണം ഉണ്ടാകാൻ CPM തന്നെ ആഗ്രഹിച്ചിട്ടില്ല. അതിലെ പിണറായി പക്ഷം ആഗ്രഹിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകരുത് എന്ന് CPM നിലപാടെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും തോറ്റുകൊടുക്കുകയായിരുന്നു എന്ന് VS അച്യുതാനന്ദൻ തന്നെ ഒരു അഭിമുഖത്തിൽ എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വിഭാഗീയത കത്തിപ്പടർന്നു നിൽക്കുന്ന കാലമാണ്. എന്തുമാകട്ടെ, UDFും LDFും തമ്മിലുള്ള ആ തെരഞ്ഞെടുപ്പിലെ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 0.85%, 0.85% മാത്രമായിരുന്നു. 1% പോലും വ്യത്യാസമുണ്ടായിരുന്നില്ല. എത്ര വോട്ടാണ് UDFന് കിട്ടിയത്? 80 ലക്ഷം വോട്ടാണ് UDFന് കിട്ടിയത്. എന്നാൽ മറുവശത്ത് LDFന് കിട്ടിയത് 78,46,000 വോട്ടാണ്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1,54,000 വോട്ട്. 1,54,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കേട്ടോ UDF അധികാരത്തിൽ വന്നത്. അതിന്റെ നേർപകുതി എന്ന് പറയുന്നത് 77,000 വോട്ടാണ്. 77,000 വോട്ട് LDFിലേക്ക് മറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന 2011 തുടർഭരണം ഉണ്ടാകും. അപ്പോൾ ഒരു ചെറിയ പാർട്ടി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഏത് തിരഞ്ഞെടുപ്പിലും. നോക്കൂ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ 10ഓളം MLAമാരെങ്കിലും 1500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്, അതിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ തോറ്റുപോയത് 745 വോട്ടിനാണ് കേട്ടോ. ഈ പറയുന്ന കുറ്റ്യാടിയിൽ KP കുഞ്ഞഹമ്മദ് വിജയിച്ചു വന്നത് LDFന്റെ സ്ഥാനാർത്ഥിയാണ്, കേവലം 333 വോട്ടിനാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം യൂണിയൻ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, വിജയിച്ചു വന്നത് കേവലം 38 വോട്ടിനാണ്. എന്തിനേറെ പറയുന്നു, ഇന്ന് മന്ത്രിയായിരിക്കുന്ന V അബ്ദുറഹ്മാൻ താനൂരിൽ വിജയിച്ചു വന്നത് 985 വോട്ടിനാണ്. അപ്പോൾ നമുക്ക് SDPIയുടെ ശക്തി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് SDPI കാഴ്ചവെച്ചിരിക്കുന്നത്. അവർക്ക് 102 അംഗങ്ങളെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ആദ്യമായി കണ്ണൂർ കോർപ്പറേഷനിൽ അവർ അക്കൗണ്ട് തുറന്നു. തലശ്ശേരിയിലും പൊന്നാനിയിലും മുനിസിപ്പാലിറ്റികളിൽ അവർ അക്കൗണ്ട് തുറന്നു. 19ഓളം ഗ്രാമപഞ്ചായത്തുകളിലും അവർ അക്കൗണ്ട് തുറന്നു. എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിലെ 16 ഗ്രാമപഞ്ചായത്തുകളിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന SDPI എന്ന പാർട്ടിയാണ്. 102 അംഗങ്ങളെ വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല, 227 വാർഡുകളിൽ അവർ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. 75,566 വോട്ടുകൾ അവർ നേടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ SDPI എന്ന് പറയുന്നത് ചെറിയൊരു പെർസെന്റേജ് വോട്ടാണെങ്കിൽ പോലും അവർക്ക് പല കാര്യങ്ങളും നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് LDF എന്താണ് നേരിടുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 2021 തുടർഭരണം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയേ, എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF അതിന്റെ ഭൂരിപക്ഷം 3ഉം 4ഉം ഇരട്ടി കണ്ട് വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ 2025 അതായത് കഴിഞ്ഞ വർഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ സീറ്റ് UDF പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റാണ് LDFന് കിട്ടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താ? കയ്യിലുണ്ടായിരുന്ന 4 കോർപ്പറേഷനുകളാണ് പോയത്. തിരുവനന്തപുരം പോയി, കൊല്ലം പോയി, കൊച്ചി പോയി, തൃശ്ശൂർ പോയി. ഇപ്പോൾ ആകെ കയ്യിലുള്ളത് ഒരു കോർപ്പറേഷൻ മാത്രമാണ്. എന്ന് മാത്രവുമല്ല, ഗ്രാമപഞ്ചായത്തുകളിൽ 60% ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ആണ്. ആ രീതിയിലൊക്കെ വലിയ തിരിച്ചടികളാണ് 2021 ശേഷം LDF നേരിട്ടിട്ടുള്ളത്. അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളുടെ വിശ്വാസത്തിൽ നേടാൻ ശ്രമിച്ചു. പക്ഷേ അത് പൊളിഞ്ഞുപോയി. എന്താ സംഭവിച്ചത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള വലിയ വിവാദമായിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഹിന്ദു വോട്ടിൽ വലിയ ചോർച്ചയും LDF അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കണമെങ്കിൽ നിശ്ചയമായും ആര് തരുന്ന വോട്ടും സ്വീകരിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദത്തിലായിരിക്കുകയാണ് LDF. അതുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു നിലപാട് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-നും ഇല്ലാതെ